സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലേക്ക് വരുമ്പം നമുക്കറിയാമല്ലോ നിരവധി പാട്ടുകൾ സ്വാതന്ത്ര്യ സമരത്തില് പടനിലത്തിലേക്ക് പോകാൻ പ്രേരണ നൽകുന്ന ഗീതങ്ങൾ. വന്ദേമാതരം പോലും അങ്ങനെ ഉണ്ടായതാണല്ലോ. വന്ദേമാതരം ജനലക്ഷങ്ങൾക്ക് ഈ വെള്ളക്കാരന്റെ നിറതോക്കിന്റെ മുന്നിലേക്ക് വിരിമാറ് കാണിച്ചുകൊണ്ട് ആർത്തലച്ചു പോകാൻ, നിരായുധനായ ഭാരതീയൻ ആർത്തലച്ചു പോകാനുള്ള ആവേശമുണ്ടാക്കിയ ഗീതമാണ്. ഇപ്പൊ ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഗീതങ്ങളുണ്ട്. സംഘം അതിപ്പോഴും തുടരുന്നു. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ സമൂഹം ഈ ദേശഭക്തി ഗാനങ്ങളെയൊക്കെ പലപ്പോഴും മറന്നുപോയി. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ പോലും ദേശഭക്തി ഗാനങ്ങൾ വന്നത്. അങ്ങനെ പല സ്കൂൾ കലോത്സവത്തിലും പാടുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഗീതമാണ്. ഇപ്പം അടുത്ത കാലത്ത് ഒരു വലിയ കോമഡി നമ്മൾ കണ്ടു. ഏതോ ഒരു അമ്പലപ്പറമ്പില് ഗണഗീതം പാടി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കലാപം ഉണ്ടാക്കുന്നു, കേസെടുക്കുന്നു. ഇത് ഗണഗീതമാണെന്ന് പോലും അറിയാതെ ലോകത്തിൽ പലരും പാടുന്നുണ്ട്. ആകെ അജ്ഞാതരായ കവികൾ സംഘത്തിന്റെ ശാഖയിൽ പാടുന്നത് ആർക്കും പാടാവുന്നതാണ്. മാതൃഭാരതത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ ആർക്കും പാടാവുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് സദ്ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വരത്തിന് വേണ്ടി മാത്രം വ്രതമെടുത്തവരാണ് നമ്മൾ, അതിന് ജീവിതമാകമാനം സ്വയം ഒഴിഞ്ഞവരാണ് നമ്മൾ, ഈ നാടിനെ സേവിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിച്ചാണെന്ന് ആർക്കാ പാടാൻ പറ്റാത്ത? ആർക്ക് വേണമെങ്കിലും പാടാലോ. അപ്പോ അത് മാത്രമല്ല ഭഗത് സിംഗിനും ഝാൻസിയും ഇവിടെ പ്രഭാതവും നാരായണൻ അരവിന്ദന്മാർ, ആർക്കാണ് അതിനെ നിഷേധിക്കാൻ പറ്റുക? അല്ല അത്രയും അന്തം കമ്മിയായിരിക്കണം, അല്ലെങ്കിൽ അത്ര കടുത്ത സുഡാപ്പി ആയിരിക്കണം. ഈ നാടിന്റെ ഒരു വറ്റു തിന്നവന് ഈ ഗീതങ്ങളെ നിഷേധിക്കാൻ പറ്റുമോ?